ഞാൻ കൈമാവതി കൃഷിയുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ എന്താ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ, പിന്നെ എന്നോട് ഇന്ന് ലൈവിൽ നിന്ന് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് യൂട്യൂബിൽ വന്നതിന് ശേഷം എന്തുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബിൽ വരാൻ കാരണം, എന്തുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് എന്തെല്ലാം നിങ്ങൾക്ക് ഉണ്ടായ മാറ്റങ്ങൾ, എന്താ അതിൻ്റെ അനുഭവം, എന്നാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വന്നിട്ടുണ്ടാകുന്ന ഒരു അനുഭവം എന്ന് എന്നോട് ചോദിച്ചു. അതിനെ പറ്റിയിട്ട് ഞാൻ ഒരു ചെറിയൊരു വിശദീകരണം കൊടുക്കാമെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു വീഡിയോസ് ഇട്ട് തരാമെന്ന് പറഞ്ഞു. അതിനായിട്ട് ലൈവ് എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പം ഈ വീഡിയോ എടുക്കുന്നത് എന്നിട്ടാണ് എന്താ വെച്ചാൽ, ഞാൻ യൂട്യൂബിൽ വന്നത് ഇപ്പോൾ ഒക്ടോബർ 20-നാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുള്ളത്. ഒക്ടോബർ 20, 2024 ഒക്ടോബർ 20, പിന്നെ 2024 ഡിസംബർ 25 എനിക്ക് മോണിറ്റേഷൻ ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മാർച്ച് 20 ആദ്യത്തെ പിന്നെ ഏണിങ്സും കിട്ടി. പിന്നെ അങ്ങനെയായി. പിന്നെ ആദ്യമല്ലോ എനിക്ക് ഒന്ന് നല്ല നല്ല ആൾക്കാർ എനിക്ക് ഇതിൽ വരാൻ താല്പര്യമൊന്നുമില്ല. ആദ്യം വരുന്ന താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഇളയമ്മേൻ്റെ മോൻ എന്നോട് പറഞ്ഞു, പിന്നെ എനിക്ക് ഇങ്ങനെ യൂട്യൂബിൽ നടത്തി കഴിഞ്ഞാൽ നല്ലതാണ്, എനിക്ക് തന്നെ പറയാനിരിക്കാനുള്ള കഴിയും, നീ കൃഷിയിൽ വിടുന്നതല്ലേ, കൃഷിയെ പറ്റിയെല്ലാം ചെയ്ത് പറഞ്ഞു കൊടുത്താൽ എല്ലാവർക്കും നല്ലൊരു ഉപകാരം ഉണ്ടാവും. ഈ ചെയ്യുന്ന കാര്യമെല്ലാം അവർക്കും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൃഷി ചെയ്യാനും എല്ലാവർക്കും ഒരു പ്രോത്സാഹനം ഉണ്ടാവും. അതുകൊണ്ട് നീ ഒന്നത് ചെയ്തുകൊണ്ട് നല്ലത്, ഞാൻ എനിക്ക് ഇതിനെപ്പറ്റിയെല്ലാം പറയാനും അറിയാമല്ലോ എന്നാണ്. അങ്ങനെയാണ് ഞാൻ ഞാൻ എപ്പോഴും പണ്ടേ ചെറുപ്പത്തിലെ കൃഷി ചെയ്തിട്ട് വരുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ പിന്നെ അതൊന്ന് ചെയ്തു നോക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ അത് തുടങ്ങാൻ കാരണം. തുടങ്ങി ആദ്യം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. നല്ലപോലെ അന്നേരം എല്ലാവർക്കും കൃഷിയെ പറ്റിയാണ് കൂടുതൽ. കൃഷിയും പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് കുക്കിങ്ങോടും കുക്കിങ്ങിനെ പറ്റി എല്ലാവരും പറയും, ഇടയ്ക്ക് കുക്കിംഗ് കിട്ടണം, നിങ്ങൾ ഉണ്ടാക്കിയ സാധനം നിങ്ങൾ ഉണ്ടാക്കുന്ന നമുക്ക് കാണിച്ചു തരും പറയും. അങ്ങനെയെല്ലാം കൊടുക്കും. അങ്ങനെയെല്ലാം കൊടുത്തു നല്ല രീതിയിൽ തന്നെ പോയി. ഒരു തരത്തിലല്ലാണ്ട് നല്ലൊരു സന്തോഷം തന്നെയാണ്. പക്ഷെ നോക്കുമ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് മക്കളാണ്, കൊച്ചുമക്കളാണ്. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും പിന്നെ നല്ല സ്നേഹമുള്ള സഹോദരങ്ങളും നല്ല നല്ല ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്ന ഒരു ആൾക്കാർ, ജനങ്ങളെ നമുക്ക് യൂട്യൂബിൽ ഞാൻ വന്നതിന് ശേഷം കണ്ടു. അത്രയും സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാനിപ്പം ശരിക്കും സ്നേഹിക്കുന്ന ആൾക്കാരെന്താ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് യൂട്യൂബിൽ വന്നതിന് ശേഷമാണ്. പിന്നെ ഈ യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, മാനസികമായിട്ട് നമുക്ക് എന്തെങ്കിലും തളർച്ചയുണ്ടെങ്കിലോ എന്തെങ്കിലും അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ പോയി പിന്നെ ലൈവ് ഇടാൻ തുടങ്ങിയതിന് ശേഷം ആദ്യം ലൈവില്ല, വീഡിയോസ് മാത്രമേ കാണുന്നുള്ളൂ. അന്നേരം എല്ലാവരും ഇങ്ങനെ കമൻറ്റ് ഇടും, ആ കമൻറ്റെല്ലാം വായിക്കും, ഇങ്ങനെ അവർക്ക് അതിന് മറുപടി കൊടുക്കും. അങ്ങനെയല്ലായി. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ലൈവ് ഇടാൻ തുടങ്ങിയതിന് ശേഷം ആൾക്കാരുമായിട്ട് നല്ല ബന്ധപ്പെടാനും നല്ല നല്ല സ്നേഹമുള്ള ആൾക്കാരും നല്ല രീതിയിലുള്ള ഒരു സംഭാഷണം അവരുടെ നമ്മളെ മാനസികമായിട്ടുള്ള തളർച്ചയിലുണ്ടെങ്കിൽ അതെല്ലാം അവർക്ക് അറിയാനും അത് അവർ നമ്മളോട് നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ട് അത് നമുക്ക് തിരുത്താനും നമ്മളെ മനസ്സ് സന്തോഷിക്കാനും വേണ്ടിയിട്ടുള്ള ആ ഒരു രീതി എനിക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റി, അത് കാണാൻ പറ്റി. എല്ലാവരും നല്ല നല്ല ആൾക്കാരാണ്, എല്ലാം നല്ല സ്നേഹിക്കുന്ന ആൾക്കാരാണ്. യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള ആൾക്കാരെല്ലാം നല്ല രീതിയിൽ നല്ല സ്നേഹത്തോടെ പോകുന്നവരാണ്. വലിയാളൊന്നും ചെറിയാളൊന്നുമില്ല. എല്ലാവരും എന്നെ ഇത്രയും ബഹുമാനത്തോടെ കാണുന്ന ഈ യൂട്യൂബിൽ വന്ന ഇനിയിപ്പം യൂട്യൂബർമാർ ആരായാലും ശരി, യൂട്യൂബർ തന്നെ ആയിക്കോട്ടെ, ഇത്രയും വലിയ ആൾക്കാരായിട്ട് എന്നെ അമ്മയെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ബഹുമാനത്തോടെ അല്ലാതെ എന്നെ ഇന്ന് വരെ ഒരാളും കണ്ടിട്ടില്ല. പിന്നെ കുറച്ച് ചെറിയ ഏതോ കാട്ടുപിള്ളന്മാരെങ്ങാറ്റുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് തള്ളെ ഇങ്ങനെ കുയില് ഇരിക്കുന്നു ഇങ്ങനെ പറയും. അത് അവർക്ക് പിന്നെ എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും ഒരു വേണ്ടേ, ഈ ഇത്ര വയസ്സായിട്ടും പിന്നെ ലൈവിൽ വരണോ എന്നെല്ലാം അങ്ങനെയാണ് ചോദിക്കും. ഇങ്ങനെയുള്ള വേടുകമൻ്റുകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ കുറേ ആദ്യകാലത്തിൽ ഞാൻ ഒന്നും പറയാഞ്ഞാൽ അവരെ മെസ്സേജ് വായിക്കാണ്ടെന്ന് അവരങ്ങ് തിരിച്ചു പോയിക്കോളും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഇനി അതിന് ആരെങ്കിലും ഏറ്റുപിടിച്ചെങ്കിൽ അവർ പിന്നെ മുന്നോട്ട് വരാൻ നമ്മൾ വായിക്കുന്നില്ലെങ്കിൽ അപ്പാട് അവർ സോറി പറഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് വന്ന് ഇന്നും അതേപോലെ എത്രയോ ആൾക്കാർ തിരിച്ചു വന്നിട്ടുണ്ട്. നല്ല സോറി പറഞ്ഞിട്ട് നമ്മൾ തെറ്റ് വന്നുപോയി, അമ്മമ്മ ഇനി അങ്ങനെ പറയില്ല, അല്ലെ അമ്മയെ നമ്മളെ തെറ്റ് വന്നുപോയത് അറിയാണ്ട് ചെയ്തു പോയതാണ് എന്നെല്ലാം പറഞ്ഞിട്ട് എത്രയോ ആൾക്കാർ എൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. ഓരോരാളും ഞാൻ പറയുന്നതും പറഞ്ഞു വിട്ടു. സ്നേഹത്തോടെ മാത്രമേ എല്ലാവരോടും പെരുമാറാനും എല്ലാവരും സ്നേഹിക്കാനും പാടുള്ളൂ. അവരെന്ത് പറഞ്ഞാലും എനിക്ക് പാട്ടൊന്നും അറിയില്ല. അവരൊരു പാട്ട് പാടുമെന്ന് എനിക്ക് അറിയും പോലെ, പക്ഷെ അവരെല്ലാം ഞാൻ അറിയുന്ന പോലെ എന്ത് പാടിയാലും അവരത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട്. അറിയെങ്കിലും എനിക്ക് പാടാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് എനിക്ക് കൈയടി തരുന്നുണ്ട്. അത്രയും ഒരു സ്നേഹത്തുള്ള ഒരാൾക്കാരാണ് എനിക്ക് എൻ്റെ ഈ ലൈവിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്.
ലൈവിൽ നല്ല എൻ്റെ യൂട്യൂബിൽ ഞാൻ വന്നതിന് ശേഷം എനിക്ക് നല്ലൊരു സ്നേഹിക്കാനുള്ള ആൾക്കാരെയും നല്ല മനസ്സുള്ളവരെയും കിട്ടിയിട്ടുണ്ട്. ഓരോരാളും എനിക്ക് ചെയ്തു തന്നതായ ഉപകാരങ്ങൾ ഇതന്നെ ഇതേപോലെ സ്നേഹത്തോടെ പെരുമാറലും പിന്നെ എല്ലാവരും വീഡിയോസ് കണ്ടിട്ടും അങ്ങനെയെല്ലാം എനിക്ക് എന്നെ സഹായിക്കുന്നു. യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഒരു വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവരെ ആ സ്നേഹത്തോടുള്ള അമ്മയെന്ന് വിളിയും അല്ലെങ്കിൽ ചേച്ചി എന്നുള്ള വിളി അല്ലെങ്കിൽ പിന്നെ അമ്മൂമ്മ എന്നുള്ള വിളി കേൾക്കുമ്പോൾ തന്നെ ഓരോരാളിങ്ങനെ പറയുമ്പോൾ എനിക്ക് അമ്മൂമ്മേനെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അമ്മേനെ ഇഷ്ടമാണ്, എൻ്റെ അമ്മേനെ പോലെ ഉണ്ട്, എൻ്റെ അമ്മമ്മേനെ പോലെ ഉണ്ട്, ഇങ്ങനെ ഓരോരാളും പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷമാണ്. ഹൃദയത്തിന് എന്തായാലും അറിയാം, ഹൃദയ ഇടിപ്പ് പോലെ വരുന്നുണ്ട്. അത്രയും സന്തോഷമായിട്ട് ഞാനും ജീവിക്കുന്നുണ്ട്. ഇപ്പം എനിക്കൊരു മാനസികമായിട്ട് ഒരു തകരാറും വരുന്നില്ല. ഇനിയിപ്പോൾ ഇതിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ വന്ന് അവരോടെല്ലാം സംസാരിച്ചിട്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ വിഷമങ്ങളും മാറി. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും നമുക്ക് ആ വിഷമം തിരിയില്ല. അതാണ് ഒരു യൂട്യൂബായിട്ട് തുടങ്ങിയതിന് ശേഷം എനിക്ക് കിട്ടുന്ന ഒരു അനുഭവം പറഞ്ഞതാണ്. പിന്നെ എത്രയോ നല്ല നല്ല ആൾക്കാരെ പറ്റിയിട്ടും നല്ല നല്ല ആൾക്കാരും നല്ല സ്നേഹിക്കാൻ പറ്റിയ ആൾക്കാരും എത്രയോ വലിയ വലിയ ആൾക്കാരായാലും നമ്മളെ ഒരു സ്നേഹത്തോടെയും ഒരു ബഹുമാനത്തോടെയും കാണുന്നുണ്ട്. അത്രയും ഒരു വയസ്സായ ആളെന്നുള്ള ഒരു പരിഗണന അവർ എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഇനി ഏത് സ്ഥലത്ത് ആരടുത്ത് പോയി കഴിഞ്ഞാലും ഞാൻ ഒരു പ്രത്യേക ഒരു അമ്മ എന്നുള്ളൊരു സ്ഥാനം അവർ എനിക്ക് തന്നിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് എൻ്റെ ഒരു നല്ലൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും എനിക്ക് ഒത്തിരി പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെ ഈ ഇപ്പോൾ ഉള്ള സ്നേഹം പോലെ എനിക്ക് എല്ലാവരും സപ്പോർട്ടും ഉള്ളത് കൊണ്ടാണ് എനിക്കിപ്പോൾ 34,800 സബ് കിട്ടിയത്. അതുകൊണ്ട് അത്രയും നമ്മളെ ആൾക്കാർ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇത്രയും മാസങ്ങൾക്ക് ഇത്രയും സബ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും എന്നോട് ആരായാലും ഗൾഫിലുള്ളവരായാലും പറയും ഞാനൊരു ഒരു ചാനൽ ഇതാണ്. ഓരോരാൾ പറയും ഞാൻ ഏറ്റവും എൻ്റെ അമ്മേനെ കഴിച്ചാൽ ഞാൻ വിളിക്കുന്ന ഒരു അമ്മ വിളിക്കുന്നത് നിങ്ങളെ മാത്രം. അങ്ങനെ ഓരോരാളും പലതരത്തിലും പറയും. ഒരു അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം അമ്മയാണെന്ന് പറഞ്ഞിട്ട് അവരെ ആ വർത്താനം ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് എത്രയാ സന്തോഷം എന്നറിയാം. ഞാൻ ഈ കൃഷി തുടങ്ങിയതിന് ശേഷം എത്രയോ ആൾക്കാർ കൃഷിയിൽ വന്നിട്ടുണ്ട്, നല്ല നല്ല രീതിയിൽ കൃഷി നടത്തിയിട്ടുണ്ട്, കൃഷി ഉണ്ടായി അവർ പറിച്ചിട്ടുണ്ട്. അത്രയും അവരെന്നോട് അതെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം എനിക്ക് വലിയൊരു സന്തോഷം തന്നെയാണ്. എന്ത് കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അവരത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. കുറച്ച് എൻ്റെ പ്രായത്തിനനുസരിച്ച് എനിക്ക് വർത്താനം പറയാൻ പറ്റുന്നില്ലെങ്കിലും അതെല്ലാം അവർ സഹിക്കുന്നുണ്ട്, അവർ ക്ഷമിക്കുന്നുണ്ട് എന്നോട്. അതുകൊണ്ട് എനിക്ക് അത്രയും വലിയൊരു സന്തോഷമാണ് എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് എന്ന് പറയാനല്ല. എനിക്ക് ഈ യൂട്യൂബിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാം ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷം കിട്ടിയത് ഈ യൂട്യൂബിൽ വന്നതിന് ശേഷമാണ്. എനിക്ക് അത്രയും സന്തോഷമാണ് ഉള്ളത് യൂട്യൂബിൽ നിന്ന്. അതുകൊണ്ട് എന്താ വെച്ചാൽ ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം കാണുന്നത്, ആത്മാർത്ഥമായിട്ട് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് അതല്ല നമ്മൾ ഈ ലൈവിൽ ഉണ്ടാകുമ്പോൾ വെച്ചാൽ നമുക്ക് ഒരു ആത്മാർത്ഥമായുള്ള നമ്മളെ ആൾക്കാരെ കിട്ടുന്നുണ്ട്. അതന്നെ ഒരു ആത്മാർത്ഥ സ്നേഹത്തോടെ നമ്മളെ സ്നേഹിക്കാനും നമുക്കൊരു വിഷമങ്ങളുണ്ടെങ്കിൽ അത് നോക്കാനോ അല്ല അങ്ങനെയുള്ള ആൾക്കാർ വളരെ വളരെ അധികമായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ വളരെ സന്തോഷം തന്നെയാണ് ഞാൻ ഈ ആൾക്കാരുമായിട്ട് ബന്ധം. അല്ലെങ്കിൽ നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ നമ്മളിപ്പം ഞാനിപ്പം വയസ്സായി, ഞാൻ വീട്ടിൽ കഴിഞ്ഞാൽ ആരുമില്ല, ഞാനിപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയെന്നെങ്കിൽ എന്ന് വെച്ചാൽ എനിക്കൊന്നും പറയാനുണ്ടാവില്ല, ആരോടും മിണ്ടാനുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, എനിക്ക് നേരം കൂടില്ല, എനിക്കൊന്നും ചെയ്യാനാവില്ല. അഥവാ പഠിക്കാൻ ടി വി തുറന്ന് വെച്ചിട്ട് കാണും, അത്രയും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം അതല്ല. ഇപ്പം പല ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് പല നാട്ടിലുള്ളവരും നമ്മളിപ്പോൾ കേരളത്തിൽ നല്ല ഗൾഫിൽ രാജ്യത്തായാലും ശരി, ഇന്ത്യ ഒട്ടുക്കായാലും ശരി, എല്ലാവരെയും നമ്മൾ പരിചയപ്പെടുന്ന ഓരോരാളും നമ്മളോട് പറയുകയും വാക്കുകയും ചെയ്യുന്നതുകൊണ്ട് എനിക്കത് അത്രയും ആൾക്കാരെ എനിക്ക് അറിയാൻ പറ്റിയെന്നുള്ളതാണ് കുറേ അധികം എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു അവസരം എനിക്ക് ദൈവം എനിക്ക് ഉണ്ടാക്കി തന്നതിനായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ആ ദൈവമാണ് എന്നെ ഇങ്ങനെ യൂട്യൂബ് തുടങ്ങാനും പിന്നെ ഇങ്ങനെ ചെയ്യാനും എന്നെ ഇത്തിരി ആൾക്കാരെ സ്നേഹിക്കാനുള്ള ഒരു സമയം എനിക്ക് ഉണ്ടാക്കി തന്നത്. എനിക്ക് ഇന്ന് ഇത്തിരി നിങ്ങളോട് പറയാനുള്ളത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഇപ്പം പിന്നെ നിങ്ങളോട് ഞാൻ ഇത്തിരി പറയുന്നുള്ളൂ. ഇന്ന് ഒരു മോൻ എന്നോട് പറഞ്ഞു ഒന്ന് അമ്മേൻ്റെ അനുഭവത്തെ പറ്റി യൂട്യൂബിലെ അനുഭവം എന്താ ഇതുവരെ ഉണ്ടായിരുന്നുള്ളത് പറയാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് എനിക്ക് നല്ലൊരു അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കുറേ ആൾക്കാരെന്ന് വെച്ചാൽ മക്കളെയും കിട്ടി, മക്കളെയും കിട്ടി, കൊച്ചുമക്കളെയും കിട്ടി, പിന്നെ എല്ലാം കുഞ്ഞു മക്കൾ വരെ, ചെറിയ മക്കൾ വരെ അമ്മൂമ്മ എന്ന് പറഞ്ഞിട്ട് ചെറിയ വെച്ചാൽ നടക്കാൻ പറ്റാത്ത മക്കൾ വരെ എന്നോട് ഹായ് പറയാനും മറ്റേ അങ്ങനെ ഇങ്ങനെയെല്ലാം പിന്നെ എന്നോട് പ്രാർത്ഥിക്കണേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഇങ്ങനെയെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു വിശ്വാസം ഉണ്ടെന്നുള്ളതല്ലേ എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് എന്നെ വിശ്വസിച്ചിട്ടുണ്ട്. എല്ലാ മക്കളും എല്ലാവരും എന്നെ വിശ്വസിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഈ യൂട്യൂബിൽ നിന്ന് എനിക്ക് പിന്നെ മരിക്കുന്നവരെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് നിങ്ങളെല്ലാവരും ശേഷിയുണ്ടെങ്കിൽ, നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് എനിക്ക് മരിക്കുന്നവരെ യൂട്യൂബ് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് എനിക്ക് ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നിങ്ങളോട് ഇന്ന് പറഞ്ഞ മോനോട് പ്രത്യേകിച്ചിട്ടും ആ മോൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇട്ടിട്ടുള്ളത്.
അതുകൊണ്ട് എല്ലാവരും വീഡിയോസ് കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അതാ വേണ്ടത്. കമൻറ്റിലൂടെ നിങ്ങൾ എന്നെ അറിയിക്കുക. പിന്നെ അത് മാത്രമല്ല, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും എന്നാ വേണ്ടിച്ച് ലൈക്കും കമൻറ്റും പ്രധാനമാണ്. യൂട്യൂബിന് തന്നെ നമ്മളെ റെക്കമെൻഡ് ചെയ്യുക എന്തെങ്കിലും വേണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും ജനങ്ങളുടെ ഇഷ്ടമാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്തു നോക്കുമ്പോൾ മാത്രം ഇപ്പോൾ ഹൈപ്പും കൂടി ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് ചെയ്തു തന്നു കഴിഞ്ഞാൽ നമുക്ക് അവർ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷനും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് അതും കൂടി നിങ്ങളൊന്ന് ചെയ്യണം. ഇപ്പം യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷനൊന്നും കിട്ടുന്നില്ല. ഇപ്പം മറ്റ് യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളോട് പറയാനെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനില്ല. ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.